നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫോട്ടോഷോപ്പിൻ്റെ പുതിയൊരു ടൂളായ റിഫ്ലക്ഷൻ റിമൂവൽ ടൂളാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ സെലക്ട് ചെയ്യണം. അപ്പം മേളിൽ റൈറ്റ് സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരുമ്പോൾ റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ താഴെ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതൊന്ന് ഓണാക്കിയാൽ നമുക്ക് പ്രിവ്യൂവും കാണാൻ പറ്റും. പിന്നെ ഇത് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. ഇതെന്തായാലും പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിവ്യൂ ആയിട്ട് സ്ക്രോൾ ചെയ്യാനായിട്ടൊരു ഏരിയ ഉണ്ട്. അതൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു റിഫ്ലക്ഷനും ആ ഒരു മോഡലും രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ മാത്രമായിട്ടും റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു മോഡൽ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്തായാലും ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്. പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് നല്ലൊരു ഔട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതെങ്ങനെ ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ക്യാമറ റോ ഫിൽറ്ററിൽ എക്സ്പോഷർ, ഹൈലൈറ്റ്, കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ആ ടെക്സ്ചർ, ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ആ ഷാർപ്നെസ്സും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇമേജ്. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് ശേഷമുള്ളത്. ഇനി ഈ ടൂൾ ഈ ഒരു മോഡലിൽ നമുക്ക് എങ്ങനെ വർക്കാവും നോക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിമൂവ് ടൂൾ ഓപ്പൺ ചെയ്തതിന് ശേഷം റിഫ്ലക്ഷൻസിൽ അപ്ലൈ കൊടുക്കുക. പിന്നീട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഔട്ട് ഒരു പെർഫെക്റ്റ് ഔട്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിലാ ഒരു റിഫ്ലക്ഷനും മോഡലും നല്ല രീതിക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആ പ്രിവ്യൂ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ടൂളിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്തായാലും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഇമേജ്. ഇതാണ് നമ്മൾ എഡിറ്റിന് ശേഷമുള്ളത്. ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന പോലുമില്ല. അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു ടൂള് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സ്കിന്നായാലും ഹെയർ ആയാലും എല്ലാം തന്നെ വളരെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇമേജ്. ഇതാണ് നമ്മൾ എഡിറ്റിന് ശേഷമുള്ളത്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ചുകൂടെ ടാസ്ക് ആയിട്ടുള്ളൊരു ഇമേജ് ഒന്ന് കൊടുത്തു നോക്കാം. ഈ ഒരു ഇമേജിൽ ആ ജോയുടെ അവിടെയൊക്കെ നല്ല രീതിക്ക് റിഫ്ലക്ഷൻസ് ഉണ്ട്. അതൊക്കെ എന്തായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫിൽറ്ററിൽ റിമൂവ് ടൂൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ജോയുടെ അവിടെ ഒന്നും റിഫ്ലക്ഷൻസ് റിമൂവ് ആയിട്ടില്ല. പിന്നെ ആ ഡ്രസ്സിൻ്റെ അവിടെ നല്ല രീതിക്ക് റിഫ്ലക്ഷൻസ് കാണിക്കുന്നുണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് ഏരിയയിൽ റിഫ്ലക്ഷൻസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ആ കറക്റ്റ് ചെയ്യേണ്ട ഏരിയയിൽ നമുക്കൊന്ന് ലാസോ ടൂൾ വെച്ചൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ജനറേറ്റീവിൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഫിക്സ് ദിസ് ഏരിയ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ആ ഒരു ചെവിയുടെയും കമ്മലിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു വൈറ്റ് റിഫ്ലക്ഷൻ്റെ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ഫിക്സ് ചെയ്യണം. അത് ഞാൻ ലാസോ ടൂൾ വെച്ചൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് സെയിം പ്രോംപ്റ്റ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 2 സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നമുക്ക് മൂന്നാമത്തെ ഓക്കെ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ ഹെയറിൻ്റെ ടോപ്പിലും പിന്നെ ആ ഡ്രസ്സുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ചാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ടോട്ടൽ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ജനറേറ്റീവ് ഫില്ലിൽ ഫിക്സ് ദിസ് ഏരിയ എന്നുള്ളൊരു പ്രോംപ്റ്റും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഇമേജിലുണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കളറും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഇമേജിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഷാർപ്നെസ്സും ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇമേജ്. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ പുതിയതായിട്ട് വന്ന ഈ ഒരു ഫീച്ചർ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.